4 വർഷം മുമ്പ് ഞാൻ ഈ ട്രക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസിൽ ഒന്നായിരുന്നു. കേരളത്തിലെ ഹാർഡസ്റ്റ് ട്രക്കുകളിൽ ഒന്നാണ്. സോ ആ ട്രക്കിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ. രാത്രി 12 മണിക്ക് പുറപ്പെട്ടതാണ് കേട്ടോ. ഞങ്ങൾ കിടന്ന് ഉറങ്ങി, വീണ്ടും ഡ്രൈവ് ചെയ്ത് നമ്മളൊരു ഓൾമോസ്റ്റ് 6:30 7 o'clock ആയപ്പോൾ നമ്മൾ ബ്രഹ്മഗിരി ഹിൽസിലെത്തി. അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ, കുറേ പേരുണ്ടായിരുന്നു ട്രക്കിന് വന്നവർ. അങ്ങനെ ഞങ്ങൾ പ്രതിജ്ഞയൊക്കെ ചൊല്ലി ഞങ്ങൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ടൈം എൻ്റെ ബ്രഹ്മഗിരി ഓർമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ടൈമിലാണ് ഞാൻ വന്നത്. വെള്ളമൊന്നുമില്ല, പച്ചപ്പില്ല, കയറുമ്പോൾ ഭയങ്കര റിസ്ക്കി ആയിരുന്നു. ലൈക്ക് മണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക, മണലോലെ കിടക്കുന്നത്, തെന്നി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ടൈം ശരിക്കും ബ്രഹ്മഗിരി വേറൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. എല്ലാ സ്ട്രീമിലും 5-6 സ്ട്രീമുണ്ട്. 6 സ്ട്രീമിലും നിറയെ വാട്ടർ ക്രോസ് ചെയ്ത് നല്ല തണുപ്പ്, നല്ല പച്ചപ്പ്, എന്താ പറയുക, പ്രകൃതി നമ്മളിങ്ങനെ മർജ് ചെയ്ത് നിൽക്കുന്ന പോലൊരു ഫീല് വരും നമുക്ക്. ആക്ച്വലി ബ്രഹ്മഗിരി ഒരു സിംഗിൾ സ്ട്രെച്ച് മലയല്ല, ബ്രഹ്മഗിരി മലനിരക്കുകളാണ്. കേരള കർണാടക ബോർഡറിൽ കിടക്കുന്ന മലനിരക്കുകൾ. ആ മലയുടെ പകുതി കേരളത്തിലും പകുതി ശരിക്കും സ്ട്രെച്ചിൻ്റെ ടോപ്പ് എൻഡ് വെച്ച് പകുതി വടക്ക് ഭാഗം കർണാടകയാണ്. ഒരെൻഡ് നമ്മുടെ ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രഹ്മഗിരി പീക്ക് എന്ന് പറയുന്ന ട്രക്കിംഗ് പോയിന്റും അടുത്ത എൻഡ് എന്ന് പറയുന്നത് തലക്കാവേരി, നമ്മുടെ കാവേരി ഉത്ഭവിക്കുന്ന തലക്കാവേരിയാണ്. അതിനിടയിലാണ് നമ്മുടെ ആറളം, പക്ഷിപാതാളം തുടങ്ങിയ അറിയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളത്. പക്ഷിപാതാളത്തിലേക്ക് ഇപ്പം ഇന്ന് ട്രക്കിങ്ങിന് അനുവദിക്കുന്നില്ല. ഒരുപാട് എൻഡമിക് ആയിട്ടുള്ള ഒരുപാട് സ്പീഷ്യസ് ഉള്ള ഒരു സ്ഥലമാണ് പക്ഷിപാതാളം എന്ന് പറയുന്നത്. പിന്നെന്താ പറയണ്ടേ, ഇവിടെ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ട്രക്ക് കൊടുക്കുന്ന പോലെ തന്നെ കർണാടകയിൽ നിന്നും ഇരിപ്പ് വാട്ടർഫാളിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ട്രക്ക് കൊടുക്കുന്നുണ്ട് ബ്രഹ്മഗിരി പീക്കിലേക്ക് തന്നെ. നമ്മൾ ഇനി അടുത്ത പ്ലാൻ എന്താ കൂടി പറയാം. 1 hour കഴിയുമ്പോൾ മാത്രമേ ഇരിപ്പുള്ളൂ. ഡെഡ് സ്ലോയിൽ മാത്രമേ നമ്മൾ ട്രക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ മലയാണ് അടുത്ത ലക്ഷ്യം. സ്ലോ ആൻഡ് സ്റ്റഡി. അങ്ങനെ നമ്മൾ അടുത്ത പോയിന്റിൽ നിന്ന് വീണ്ടും നെക്സ്റ്റ് മല ലക്ഷ്യമാക്കി സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴയാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ദാഹവും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യട്ടെ, എന്താ പറയുക, ഒരുപാട് ആളുകൾ ഞങ്ങളിപ്പോൾ ട്രക്ക് ചെയ്യുമ്പോൾ കണ്ടു, കുട്ടികൾ ഒരു ഇതും ഇല്ലാണ്ട്, ഒരു പ്രിക്കോഷനും ഇല്ലാണ്ട്, ലൈക്ക് ഈവൻ ഒരു കുപ്പി വെള്ളം പോലും ഇല്ലാണ്ട്, ഒരു ജാക്കറ്റ് ഇല്ലാണ്ട്, ഒന്നുമില്ലാണ്ട് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി അതൊക്കെ കണ്ടപ്പോൾ. നിങ്ങളെല്ലാവരും ബ്രഹ്മഗിരി ട്രക്ക് വരുന്നവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ്, പ്രോപ്പർ അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു ഷൂ എങ്കിലും ഇട്ടിട്ടൊരു പ്രോപ്പർലി ഫിറ്റായിട്ട് വേണം വരാൻ കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ബൈ ദ വേ, ബ്രഹ്മഗിരി എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന പോലെ അല്ല ഈ ബ്രഹ്മഗിരി. വേറൊരു ക്ലൈമറ്റും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടെ നല്ല മഴയും. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആക്ച്വലി എന്താ പറയുക, ഭയങ്കര എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഫ്രം മൈ ഹാർട്ടിൽ നിന്നാണ് ഞാൻ ആക്ച്വലി ബ്രഹ്മഗിരി ട്രക്ക് എക്സ്പീരിയൻസ് ചെയ്തത്. Final summit point. 2 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ശരിക്കും ഒരു ഹാർഡായിട്ടുള്ളൊരു ട്രക്ക് ചെയ്യുന്നത്. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്നെ സമ്മതിക്കുന്നുണ്ടായില്ല എനിക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് BP ഒക്കെ ലോ ആയിരുന്നു. പക്ഷേ ഈ 2 വർഷം അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ എൻ്റെ കൂടെ നിന്ന ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ ഇതിനു മുമ്പത്തെ എൻ്റെ യാത്രകളിലുള്ള എൻ്റെ
എന്താ പറയുക എക്സ്പീരിയൻസുകൾ, നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, നമുക്കൊരു സ്ട്രെസ് ബേണിംഗ് പോയിൻ്റ് കൂടിയാണ് ആക്ച്വലി യാത്രകളൊക്കെ. അതിനെ ഞാൻ ശരിക്കും കുറേ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ യെസ്, ഫൈനലി ഐ മേഡ് ഇറ്റ്.